കേരളത്തിലെ ഈ പുതിയ സർക്കാർ ഒരു എക്കണോമിക്സ് പറയട്ടെ, പുതിയ സർക്കാർ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സമയമെടുക്കും. കാരണം നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അല്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ പ്രയോറിറ്റി ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നടന്ന ഒരു ചർച്ചയിൽ ഹയർ എഡ്യൂക്കേഷൻ ആ സുഹൃത്ത് പറഞ്ഞ വളരെ ശരിയാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആക്കം കൂട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അത് വളരെ ശക്തമായിട്ടുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ കുറഞ്ഞു എന്ന പേരിൽ പുറത്തു പോകാതിരിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ അതിൽ ചേർന്ന് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ക്വാളിറ്റി മാത്രമല്ല, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയും പുറത്തു പോകുന്നതിനൊരു കാരണമാണ്, കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റുഡൻറ്റ് മൈഗ്രേഷനും ബ്രെയിൻ ഡ്രെയിനും രണ്ടാണ്. നമ്മൾ സംഭവിക്കുന്നത് സ്റ്റുഡൻറ് മൈഗ്രേഷനാണ് ഇപ്പം നമ്മളെ വ്യസനിപ്പിക്കുന്നത്. അത് തടയാനുള്ള ഒരു ശ്രമം, അത് നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ പുതിയ ഗവൺമെൻറ്റിന് ഉണ്ടണം. അതിന് വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഉണ്ടാകേണ്ടതുണ്ട്. ആ ബോധവൽക്കരണ പരിപാടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ തന്നെയാണ്. ആ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗം കൊണ്ടിട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സെൽഫ് എംപ്ലോയ്മെന്റും സ്വകാര്യ സംരംഭങ്ങളും വളർത്തണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, 2025 നമ്മുടെ ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണെങ്കിലും 2026 ഏറ്റവും കൂടുതൽ പീരിയോഡിക്കൽ ലേബർ സർവേ വന്നപ്പോൾ 1ാം സ്ഥാനം ഗോവയ്ക്കും 2ാം സ്ഥാനം കേരളത്തിനുമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് പ്രാധാന്യം കുറയുന്നില്ല, അത് ഗൗരവമായി തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.